ഗുഡ് മോർണിംഗ് ലിസ. ഗുഡ് മോർണിംഗ്. ഇതാരാ? ഇതാണ് എൻ്റെ ചേച്ചി ഡയാന. ഹായ്. ഗുരുജി വന്നില്ലേ എന്തു? അവരൊക്കെ ഷൂട്ടിന് പോയി. ഔട്ട്ഡോർ. എന്തിൻ്റെ? ഒരു സോപ്പിൻ്റെ ഷൂട്ട്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മേനിയഴകിൻ്റെ രഹസ്യം പരിമള സോപ്പ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ. ഒരു 1.5 കുളി തന്നെ വേണ്ടി വരും. ലിസ അതിനൊന്നും തയ്യാറാവില്ലല്ലോ. അങ്ങനെയാ ബാല പറഞ്ഞത്. ഒരു ബാല ഗുരുജിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ. എല്ലാം ഉരിഞ്ഞെറിഞ്ഞിട്ട് അവളോട് പോയി വെള്ളത്തിൽ ചാടാൻ പറ. ക്യാമറ കൂടെ ചാടിക്കോളും. ചേച്ചി വാ. നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചിക്കൊന്നും അറിയില്ല, ഒക്കെ പാരകളാ. ചേച്ചി ഇവിടെ ഇരിക്കാം, ഞാനിപ്പോ വരാം. നീ എവിടേക്കാ പോണേ? അവരെന്നെ കാണാനല്ലേ വന്നത്. അയ്യോ, ഞാനിപ്പോ വരാം. അമ്മ ഞാൻ കൂടെ അല്ലാതെ നിന്നെ എവിടെയും വിടരുതെന്ന് പറഞ്ഞു. ആ തള്ളക്ക് വട്ടാണ് ചേച്ചി. ചേച്ചി ഇവിടെ ഇരിക്കാം, അനങ്ങരുത്. ലിസ, ഞാനിപ്പോ വരാവേ. ഹലോ. അച്ചാമ്മയ്ക്ക് എന്ത് പറ്റും മോളെ? സിവിയർ ഹെഡേക്ക്. പനിയുണ്ടാ ചായ? പകല് കുറച്ച് കുറയ്ക്കാൻ പറ. അച്ചായനോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ലിസ, ലുക്ക്, അഡ്വർടൈസ്മെന്റ് ഈസ് ഫോർ സെയിൽ, ജസ്റ്റ് ഫോർ സെയിൽ. 101. എന്താ? 101-ാം വട്ടമാണ് ഞാൻ ഈ ഫോർ സെയിൽ ഡീറ്റെയിൽസ് കേൾക്കുന്നത്. എൻ്റെ പൊന്നച്ചായ, നിങ്ങളും ഗുരുജിയും പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. വേറെ എന്താ ഞാൻ വേണ്ടത്? മോളെ, ഇവര് കൊണ്ടുവന്നിരിക്കുന്നത് 1 വർഷത്തേക്കുള്ള പ്രോജക്റ്റാണ്. ഹലോ, ക്യാമറയ്ക്ക് മുമ്പിൽ ഗ്ലാമർ കാണിക്കേണ്ടി വരില്ല എന്ന് വെച്ചാല് വമ്പൻ പരസ്യ കമ്പനികൾ പലതരം ഓഫറുമായി ക്യൂ നിൽക്കുക. പക്ഷേ അച്ചായനും ലിസിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ വെളി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കാം അച്ചായ. അതെ മോളെ, ഒരു പാലിടുമ്പോൾ കേരള തനിമ, അതാണ് പ്രധാനം. ലിസ, ആരാണെന്ന് കൂടെ വന്നിരിക്കുന്നത്? അതിൻ്റെ ചേച്ചിയാണ് ഡയാന. എന്താ ചായ? ഒന്നുമില്ല. സ്വാമി പറഞ്ഞ ഏതോ പെൺകുട്ടി റിസപ്ഷനിൽ ഇരിക്കുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എനിക്ക് കൂട്ടു വന്നതാ. ലുക്ക് ലിസ, 1 ഇയറാണ് കോൺട്രാക്ട്. ബാക്കിയൊക്കെ അച്ചായൻ പറഞ്ഞുതരും. വേറെയും ചില കോൺട്രാക്റ്റ് ഉണ്ട്, അത് ഞങ്ങൾ പറഞ്ഞുതരും. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. ഷോർട്സ് ക്യാപ്ചർ ചെയ്യട്ടെ സാർ? ഇന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടേക്സ് ഒക്കെ ഓർഡറിലാക്കിയിട്ട് ബാലബയ്ക്കുള്ളൂ. പറ്റിയാ ഞാൻ രാത്രി ഇരിക്കാം. ഓക്കെ സാർ. ലിസയുടെ ചേച്ചിയാണല്ലേ? അതെ. എന്താ പേര്? ഞാൻ ഡയാന. ഇങ്ങനൊരു മകളുള്ള കാര്യം അച്ചാമ്മേനോട് പറഞ്ഞിട്ടില്ലല്ലോ. കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ അല്ല, പഠിക്കുകയോ ജോലിയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും ചെയ്യുന്നില്ല. ലിസ എവിടെ? അവള് പോയിട്ട് കുറേ നേരമായി. അകത്തുണ്ട്, ഇരിക്കെ. അച്ചായോ, ഒന്നിങ്ങി വന്ന്. ആ, ഷൂട്ടൊക്കെ കഴിഞ്ഞോ? ഓക്കെ, ഇരിക്കെ. ആ കുട്ടി ഏതാണ്? എവിടെ ഇറങ്ങി പോണേ മോളെ? എന്താ മോളെ, സ്റ്റുഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം? എനിക്കൊന്നും അറിയില്ല പപ്പ. പിന്നെന്തിനാ അവള് പിശാച് കയറിയോ അകത്തോട്ട് കയറി പോയെ? എനിക്കറിയില്ല പപ്പ. കാറി കയറി മുതൽ അവളെന്നെ ചീത്ത വിളിക്കുക. ഇന്ന് വരെ ലിസ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ എണീറ്റില്ലേ പപ്പ? ഇല്ല മോളകത്തേക്കല്ലേ.
വീട് ഇത് ജോസഫ്. ചോദിക്ക്, അവിടെ സ്റ്റുഡിയോയിൽ എന്താ ഉണ്ടായത്? എടേ ഡയന, എന്താണ് സ്റ്റുഡിയോയിൽ ഉണ്ടായത് പറ. എന്റെ അമ്മ, എനിക്കൊന്നും അറിയില്ല. ഓ, ഒന്നും അറിയില്ല. പിന്നെ എന്റെ കൊച്ചിന് വട്ടാണോ? അച്ചാമേ, ലിസ എന്നെ സ്റ്റുഡിയോയിൽ ഒരു സോഫയിൽ ഇരുത്തിയിട്ട് ഉള്ളി പോയി. കുറെ കഴിഞ്ഞ് കൊടുങ്കാറ്റ് പോലെ കാറി കയറി. ഓ, ഞാനും കൂടെ ഓടി കയറായിരുന്നു. ഞാൻ ചോദിച്ചതിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല. കുറെ എന്നെ ചീത്ത വിളിച്ചു. എന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല അമ്മേ. ഓ, എന്തൊരു അഭിനയം. എന്താ അച്ചാമേ ഈ പറയുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? ആണുങ്ങളെ തിരിച്ചു കാണിച്ചു. എന്റെ മോളുടെ 1 വർഷത്തെ കരാർ തട്ടിക്കൊണ്ട് പോയി ഇവള്. എന്ത് കരാറാ ഈ പറയണത്? തേങ്ങ കരാറ്. കന്നിന് കയം കാണിക്കരുതെന്ന് പണ്ടോരോ പറഞ്ഞിട്ടുണ്ട്. അച്ചട്ടോ, ഇവരെന്തൊക്കെയാ പറയണെന്ന് എനിക്കറിയില്ല പപ്പ. ഓ, പപ്പയും മോളും കൂടി അറിഞ്ഞുള്ള കളിയാണ്. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാൻ മതി. എന്താ മോളെ, എന്തായി കാണുന്നതൊക്കെ? പപ്പയുടെ അവരോടൊക്കെ തന്നെ പോയി ചോദിക്കും. നന്നായിട്ടുണ്ടല്ലേ ബാല? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സർ. ഒരു CD റൈറ്റ് ചെയ്തേക്കും. ഓക്കെ സാർ, 1 സെക്കൻഡ്. എന്താ സാർ പോവാണോ? എന്താ ബാല? അല്ല, ആ ഹെയർ ഓയിലിന്റെ സ്റ്റോറി ബോർഡ്. ഞാൻ നോക്കാം. ഓക്കെ. ആ, എന്റെ ലാജ്യങ്ങൾ പോസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ പറയാം. ഓക്കെ. ആ ലിസ ഒത്തു വന്നത് അച്ഛനൊക്കെ നശിപ്പിച്ച്. പ്രതാപം മറ്റേ കുട്ടിയെ കണ്ടു. അവൾ മതിയെന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? എന്നിട്ട് ആ അപ്സരസിനെ ഞങ്ങൾ കണ്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ പോയി കളഞ്ഞില്ലേ? 2 മിസ്സാവോ അവസാനം? ഒന്നും എങ്ങും പോകില്ല എന്റെ വയറ് സാറേ. 2 നടക്കുമെങ്കിൽ അതല്ലേ നല്ലത് കിരൺ. വരുന്ന 1 വർഷം വേറെ ഒരു കോൺട്രാക്റ്റും കിട്ടിയില്ലെങ്കിലും അച്ചായനും സ്റ്റുഡിയോയ്ക്കും ലാവിഷായിട്ട് കഴിയാനുള്ള വകുപ്പല്ലേ നമ്മൾ ഒപ്പിച്ചത്? 2 അല്ല, 2 ഡസൻ റെഡിയാക്കില്ലേ നമ്മുടെ അച്ചായൻ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഹലോ, ഒന്ന് നിന്നേ. എന്താണ് പ്രതാപൻ സാറേ? ഒരുപാട് വിനയൊന്നും വേണ്ട അച്ചായൻ സാറേ. എന്തോ ഗുരുജിക്ക് പറയാനുണ്ട് തോന്നല്ലോ മുഖം കണ്ടിട്ട്. നല്ല കാര്യങ്ങളാണെന്ന് തോന്നില്ല. ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരി. അച്ചായനൊരു മോളില്ലേ? അതെന്താ ഗുരുജി ഒരു പുതിയ ചോദ്യം? എന്റെ മോള് സൈനോരെ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ വല്ലതും? എന്ത് പ്രശ്നം? സ്വന്തം മോളല്ലേ, കൊല്ലാൻ പറ്റുമോ? ഈ പ്രായത്തിനിടെ തന്നെ 8 പ്രേമത്തിൽ ചെന്ന് ചാടി. എല്ലാം വല്ല വിധേനങ്ങൾ ഞാൻ ഊരിയെടുത്തു. ഞാൻ അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്ത എന്താണെന്നറിയുമോ? ഒന്നും പറയുന്നില്ല. വന്നിപ്പോ കള്ളുകൂടിയും തുടങ്ങിയത്. കൊല്ലണ്ടേ പുല്ലിനെ? അച്ചായ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം, അതായത് കർമ്മഫലം, നമ്മൾ നേരിട്ടല്ലെങ്കിലും നമ്മുടെ സന്താന പരമ്പരകളിലൂടെയെങ്കിലും നമ്മൾ അനുഭവിച്ചു തന്നെ ആവണം. ഈ ഗീതോപദേശമൊക്കെ എന്തിനാ ഈ പാവ സത്യക്രിസ്ത്യാനോട് പറയുന്നേ? ജീവിക്കാൻ വേണ്ടി ഓരോരോ സ്വപ്നങ്ങളുമായി വരുന്ന എത്ര പെൺകുട്ടികളെയാ ആ വൃത്തികെട്ടവന്മാർ മിസ്യൂസ് ചെയ്യുന്നത്. അച്ചായനതിന് കൂട്ടു നിൽക്കല്ലേ. ഇഷ്ടം പോലെ വർക്കും കൊള്ള വരുമാനവും ഉണ്ടല്ലോ. സ്റ്റുഡിയോ മാന്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഇതൊക്കെ പോരെ? എൻ്റെ പ്രതാപ, ഒരു തത്വം ഞാൻ തന്നോട് പറഞ്ഞുതരാം. ഈ വരുന്നതിൽ ഒട്ടുമുക്കാലും രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ പവിത്രമായി കൊണ്ടു നടന്ന പല പെൺകുട്ടികളും പിന്നീട് പല കൈകളും മറിഞ്ഞ് അനാഥകളായി നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടുള്ള. അവരുടെ നോട്ടത്തിൽ ഞാനൊരു കിഴങ്ങ്. തോന്നും പോലെ ചെയ്. ഈ ശാപം എൻ്റെയും കൂടെ തലേ വീഴുമെന്ന എൻ്റെ ഇപ്പോഴത്തെ പേടി. ഇത് ശാപമൊന്നും കിട്ടില്ല പ്രതാപ. ഒരു പരസ്പര സഹായം. ഈ ലോകം ഒരു സൂപ്പർ മാർക്കറ്റാ. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എന്തിനാ? ഫോർ സെയിൽ. ഈ തത്വം മോള് കേൾക്കണ്ട കേട്ടോ. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതാ ഇങ്ങനെ ആയിപ്പോയത്. ഇയാൾക്കറിയില്ലല്ലോ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ട്രാപ്പ്. പറയുമ്പോ എന്താ? വലിയ സ്റ്റുഡിയോ ഓണർ.